ബോളിവുഡിനെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന അധോലോക മാഫിയയെക്കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചും ദേശസ്നേഹികൾ പറയുമ്പോൾ അവരെ സംഘികൾ എന്ന് വിളിച്ച് ചാപ്പയടിക്കുന്നതാണ് നമ്മൾ സ്ഥിരം കാണാറുള്ളത്. ആ ചാപ്പ വാങ്ങാനുള്ള നീണ്ട ക്യൂവിൽ ഇപ്പോൾ ഒരാൾ കൂടി വന്നെത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, തെന്നിന്ത്യൻ സിനിമയുടെ ഉലക നായകനായിട്ടുള്ള ഇടത് ലിബറലുകളുടെ തലതൊട്ടപ്പനായ സാക്ഷാൽ കമൽഹാസൻ തന്നെയാണ്. സത്യങ്ങൾ ഇങ്ങനെ പച്ചയായി വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ കമൽഹാസന്റെ ആരാധകരായിട്ടുള്ള കമ്മി സുഡാപ്പികൾക്ക് സഹിച്ചെന്ന് വരില്ല. കാരണം ബോളിവുഡ് എങ്ങനെയാണ് ദാവൂദ് വുഡ് ആയെന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. 1980-കളിൽ ഹിന്ദി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് താൻ എന്തുകൊണ്ടാണ് ബോളിവുഡ് ഉപേക്ഷിച്ചതെന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയത്. അന്നത്തെ ബോളിവുഡിനെ വിഴുങ്ങിയിരുന്ന അധോലോക ബന്ധങ്ങളും കള്ളപ്പണത്തിന്റെ സ്വാധീനവുമാണ് തന്നെ അവിടെ നിന്നും അകറ്റിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അധോലോക ഭീഷണികൾക്ക് വഴങ്ങാനോ കള്ളപ്പണ ഇടപാടുകളോട് പൊരുത്തപ്പെടാനോ തനിക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ മലിനമായ അന്തരീക്ഷത്തിൽ തുടരാൻ താല്പര്യമില്ലാതെ താൻ ബോളിവുഡ് വിടുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 1981-ൽ ഏക് ദുജേ കേ ലിയേ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ തരംഗമായി മാറിയ താരമാണ് കമൽഹാസൻ. തുടർന്ന് സാഗർ, സാത്മ, ഗിരഫ്താർ തുടങ്ങിയ നിരവധി വമ്പൻ ഹിറ്റുകൾ നൽകി അമിതാഭ് ബച്ചൻ, ഋഷി കപൂർ എന്നിവർക്കൊപ്പം മുൻനിര നായകനായി അദ്ദേഹം തിളങ്ങി. എന്നിട്ടും 1985-ന് ശേഷം അദ്ദേഹം പെട്ടെന്ന് ഹിന്ദി സിനിമകളിൽ നിന്ന് അപ്രത്യക്ഷനായി. ആഡംബരങ്ങളില്ലെങ്കിലും സ്വന്തം അധ്വാനത്തിൽ വാങ്ങിയ കാറിൽ സഞ്ചരിക്കുന്നതിലായിരുന്നു തനിക്ക് സന്തോഷമെന്നും കള്ളപ്പണവുമായി യാതൊരു ബന്ധവുമില്ലാതെ സുതാര്യമായി ജീവിക്കാനാണ് താനും സഹോദരനും ആഗ്രഹിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക ഭീകരന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ബോളിവുഡ്. ആ സ്വാധീനത്തിൽ നിന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും മിക്ക ബോളിവുഡ് സിനിമകളിലും നിറഞ്ഞു നിന്നത്. എന്നാൽ ബാഹുബലി പോലെയുള്ള തെന്നിന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ തലത്തിൽ തരംഗമായതോടെയാണ് ബോളിവുഡിന്റെ ഈ അഹങ്കാരം തകർന്ന് തരിപ്പണമായത്. അന്നൊക്കെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഈ പാൻ ഇന്ത്യൻ സിനിമകൾ ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു ഇടത് ലിബറലുകളുടെ പ്രധാന ആക്ഷേപം. അങ്ങനെ ഇരിക്കെയാണ് ഒരു കൊള്ളിയാൻ പോലെ ധുരന്തർ എന്ന സിനിമ ബോളിവുഡിൽ വന്ന് പതിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോളിവുഡ് സ്പൈ ത്രില്ലറുകളെയും വെറും കളിക്കുടുക്ക നിലവാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ദുരന്തറിന്റെ മേക്കിംഗ് ക്വാളിറ്റി. 2 ഭാഗങ്ങളിലായി വന്ന ദുരന്തർ ബോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ വേണ്ടി പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന വിധ്വംസ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു മറയുമില്ലാതെ സധൈര്യം ദുരന്തർ തുറന്നു കാട്ടി. മുൻപൊരിക്കലും ഒരു ബോളിവുഡ് സിനിമയും പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ പച്ചയായ വിമർശനം നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല. മോദി സർക്കാരിന്റെ പ്രൊപ്പഗണ്ട എന്നൊക്കെയുള്ള ഇടത് ലിബറലുകളുടെ കരച്ചിലിന് തെരുവ് പട്ടികളുടെ ഓരിയിടലിന്റെ വില പോലും നൽകാതെ ഭാരതീയർ ദുരന്തർ മുന്നോട്ട് വെച്ച ദേശീയ വികാരത്തിനെ നെഞ്ചിലേറ്റി. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലങ്ങളായി പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കമൽഹാസനെ പോലെയുള്ള ഒരു കലാകാരനും പറഞ്ഞിരിക്കുന്നത്. രാജ്യവിരുദ്ധ ശക്തികൾക്കും കള്ളപ്പണക്കാർക്കും എതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പോരാട്ടങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഈ വാക്കുകൾ. എന്തായാലും ഒരു കാര്യത്തിൽ കമൽഹാസനോട് ബഹുമാനമുണ്ട്. രാജ്യവിരുദ്ധ മാഫിയ ഭരണത്തിന് മുന്നിൽ സ്വന്തം വ്യക്തിത്വം അടിയറവ് വയ്ക്കാൻ തയ്യാറാകാതെ ബോളിവുഡിന്റെ സുഖലോലുപതകളോട് വിട പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. കമൽഹാസന്റെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ബോളിവുഡിലെ അടിമ കോമരങ്ങളെക്കാൾ ഒരുപാട് മുകളിലാണ്. കമൽഹാസനെ പോലെയുള്ളവർ ഈ ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ശരിക്കും കിടുങ്ങുന്നത് ഇന്നും ദാവൂദിന്റെ നിഴലിൽ ജീവിക്കുന്ന പഴയ ബോളിവുഡ് പ്രമാണിമാർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.